ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ട് നല്ല അടിപൊളി കാച്ചി എണ്ണയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ മുടി കൊഴിച്ചാലും താരം മാറാനും ബെസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടത് ഫസ്റ്റ് ചെമ്പരത്തിയാണ് കേട്ടോ. നല്ല ചുമന്ന ചെമ്പരത്തി ഉണ്ടെങ്കിൽ അത് കുറച്ചെടുക്കുക. പിന്നെ കറി ലീഫ്, കറിവേപ്പില പിന്നെ എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ, അതും കുറച്ചെടുത്ത ശേഷം തുളസിയുടെ ഔഷധ ഗുണങ്ങളും പിന്നെ ഞാൻ പറയണ്ടല്ലോ, അടിപൊളിയാണ്. അപ്പോൾ അതും കുറച്ചെടുത്തതിന് ശേഷം പിന്നെ വേണ്ടത് ഓപ്ഷനിലാണ് കേട്ടോ. കഞ്ഞെണ്ണ എന്നാണ് പേര്. എല്ലാവരുടെ വീട്ടിലുണ്ടാവും, പക്ഷേ ഇത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. മുടി കൊഴിച്ചലിനൊക്കെ ബെസ്റ്റാണ്. നല്ല തണുപ്പാണ് കേട്ടോ ഇതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിക്ക് നല്ല ബെസ്റ്റ് സാധനമാണ് കഞ്ഞെണ്ണ. പിന്നെ വേണ്ടത് കറ്റാർവാഴയാണ്. കറ്റാർവാഴയുടെ ഒരു ഫുൾ ലീഫ് തന്നെ വേണം. പിന്നെ പനിക്കൂർക്കലയാണ്. പനിക്കൂർക്കല ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാകും. കുട്ടികളുടെ വീട്ടിലാണെങ്കിൽ തീർച്ചയായും ഉണ്ടാകും. കുട്ടികൾക്ക് ജലദോഷത്തിന് കൊടുക്കുന്ന ലീഫാണല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇലകൾ എടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് അതിന് ശേഷം പിന്നെ നമ്മൾ എടുക്കുന്നത് ഒരു സവാളയാണ് കേട്ടോ. ഉള്ളി. അപ്പോൾ ഇതും എല്ലാം കൂടി ചെറിയ ചെറിയ പീസാക്കി ഒരു ഇതിലേക്ക് ഇടുക. കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കുക. നിങ്ങൾ ആ വെളിച്ചെണ്ണയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കുക. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്ന ബ്രാൻഡ് അത് വാങ്ങിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ആക്കിയിട്ട് അടുപ്പിൽ വയ്ക്കുക. വെച്ചതിന് ശേഷം ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇത് തിളക്കണം കേട്ടോ. എല്ലാം ഒരു ബ്രൗൺ കളർ ആവണം. അപ്പോൾ അതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓഫ് ചെയ്യാവൂ. പിന്നെ വേണ്ടത് ഇത് ആറിയതിന് ശേഷം മാത്രം ബോട്ടിലേക്ക് മാറ്റുക. ഒരു 2 ആഴ്ച ഇത് സ്ഥിരമായി യൂസ് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.